പറമ്പിക്കുളം തേക്കടി വനപാത നിർമ്മാണത്തിലെ നിയമതടസ്സങ്ങൾ നീക്കി ആദിവാസികളുടെ ആവശ്യം നിറവേറ്റാൻ RDOP കാവേരിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. പറമ്പിക്കുളം തേക്കടി വനപാത നിർമ്മാണ പ്രശ്നത്തിൽ ആദിവാസികളെ കാണാൻ RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി. നേരത്തെ RDO വിളിച്ചു ചേർത്ത യോഗം ആദിവാസികൾ ബഹിഷ്കരിച്ചിരുന്നു. പറമ്പിക്കുളം തേക്കടി ആദിവാസി മേഖലയിലേക്ക് ചെമണാമ്പതി വെള്ളക്കൽത്തിട്ട് തേക്കടി വനപാത നിർമ്മിക്കുന്ന വഴികൾ നേരിട്ട് കാണുന്നതിനായാണ് RDOP കാവേരിക്കുട്ടിയും സംഘവും എത്തിയത്. കഴിഞ്ഞ ദിവസം തേക്കടിയിൽ നടത്തിയ യോഗത്തിൽ പങ്കെടുക്കാതെ കോളനിയിലെ മിക്കവരും വനപാത നിർമ്മാണത്തിനായി കാടിറങ്ങിയിരുന്നു. പ്രായമായ ചിലർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. കോളനിയിലേക്ക് പാത നിർമ്മിക്കണമെന്ന ആവശ്യം ഇവർ ചർച്ചയിൽ ശക്തമായി ഉന്നയിച്ചിരുന്നു. തുടർന്ന് ചെമ്മണാമ്പതി വെള്ളക്കൽത്തിട്ട തേക്കടി വനപാതയുടെ സാധ്യത പരിശോധിക്കാൻ വകുപ്പ് തല സംഘത്തെ നിയോഗിക്കുമെന്ന് RDO യോഗത്തിൽ അറിയിച്ചു. വനപാത നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും കാവേരിക്കുട്ടി അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് ഊരുവാസികൾ യാത്രായോഗ്യമാക്കുന്ന ചെമ്മണാമ്പതി പറമ്പിക്കുളം തേക്കടി വനപാതയിൽ കലക്ടറുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വനം ഉദ്യോഗസ്ഥരുടെ സർവേ നടന്നു. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KC സുബ്രഹ്മണ്യൻ, നെന്മാറ DFO CP അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പാത സന്ദർശിച്ചത്. യഥാർത്ഥത്തിലുള്ള പാത നിർമ്മാണം വനപാതയിൽ പൂർണ്ണമായും സാധ്യമല്ലെന്നാണ് സർവേ റിപ്പോർട്ട്. ചെമ്മണാമ്പതി മലയടിവാരത്തിൽ നിന്ന് ആദ്യത്തെ 1.5 കിലോമീറ്ററിലധികം പാത നിർമ്മിക്കാനാവും. അടുത്ത 1.5 കിലോമീറ്റർ കറുത്ത മണ്ണായതിനാൽ ബലക്കുറവുണ്ട്. പലയിടത്തും വീതി കുറവും ഒരു ഭാഗത്ത് കൊക്കയുമുണ്ട്. മരം മുറിച്ചെങ്കിലേ പലയിടത്തും 3 മീറ്റർ വീതി ലഭിക്കുകയുള്ളൂ. എന്നാൽ മരം മുറിക്കുന്നത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന. ഈ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ കലക്ടർക്കും RDOയ്ക്കും സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് RDOP കാവേരിക്കുട്ടിയും സംഘവും ആദിവാസികളെ കണ്ട് അഭിപ്രായം തേടിയത്. റവന്യൂ, വനം, പട്ടികവർഗം, പോലീസ്, ജിയോളജി, പഞ്ചായത്ത്, പൊതുമരാമത്ത് എന്നീ വകുപ്പ് പ്രതിനിധികളും RDOയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ആദിവാസി ഊരുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് വെട്ടൽ സമരം 6ാം ദിവസം പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസം 100ലേറെ പേർ പാതവെട്ടലിൽ പങ്കാളികളായി. ഇവർക്കെതിരെയും വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ RDOP കാവേരിക്കുട്ടിയുടെയും രമ്യ ഹരിദാസ് MP, K ബാബു MLA എന്നിവരുൾപ്പെട്ട ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മുതലമട പ്രീമെട്രിക് ഹോസ്റ്റലിൽ വനപാത നിർമ്മാണം സംബന്ധിച്ച ചർച്ച നടത്തി. നിയമതടസ്സങ്ങൾ നീക്കി റോഡ് നിർമ്മിച്ചു നൽകാനാണ് യോഗത്തിന്റെ തീരുമാനം. ചിറ്റൂർ തഹസിൽദാർ D അമൃതവല്ലി, ക്രൈംബ്രാഞ്ച് DYSP സന്തോഷ് കുമാർ, കൊല്ലങ്കോട് ഇൻസ്പെക്ടർ A വിപിൻദാസ്, മുൻ MLA KA ചന്ദ്രൻ, പൊതുമരാമത്ത്, പട്ടികവർഗം തുടങ്ങി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുത്തു. ആദിവാസികളുടെ പ്രശ്നത്തെക്കുറിച്ച് പട്ടികവർഗ ഓഫീസർ P രാജു വിശദീകരിച്ചു. നിയമപരമായ തടസ്സങ്ങളെക്കുറിച്ച് നെന്മാറ DFO CP അനീഷ് യോഗത്തെ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K ബേബി സുധ യോഗത്തിൽ സംസാരിക്കുകയുണ്ടായി. യോഗത്തിലെ തീരുമാനം RDOയും ജനപ്രതിനിധികളും വകുപ്പുതല ഉദ്യോഗസ്ഥരുമടങ്ങിയ സംഘം ആദിവാസികളെ അറിയിച്ചു. 6ാം ദിവസവും വനപാത നിർമ്മാണത്തിലേർപ്പെട്ട ഊരുകൂട്ടത്തെ സന്ദർശിച്ചാണ് റോഡ് നിർമ്മിച്ച് നൽകാമെന്ന തീരുമാനം അറിയിച്ചത്. വാക്കാലുള്ള ഉറപ്പിൽ വിശ്വാസമില്ലെന്ന രീതിയിലായിരുന്നു ആദിവാസികൾ ആദ്യം പ്രതികരിച്ചത്. പിന്നീട് ഉദ്യോഗസ്ഥർ ഒരു കൂട്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. നിങ്ങളെ കാണണമെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ മനസ്സിലായി. അപ്പൊ എനിക്ക് നിങ്ങളെ കാണണമെന്നും കൂടി തോന്നി. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ അഭ്യർത്ഥനയും കൂടിയിട്ട് ഒന്ന് മാനിക്കണം. പണി നിർത്താനാണെങ്കിൽ അത് ഞങ്ങൾ തയ്യാറല്ല. അല്ല, അപ്പൊ പിന്നെ അതിന്റെ പണി നിർത്തണം എന്നുള്ളതല്ല ഞാൻ പറയും. ഇല്ല, അത് ചെയ്യില്ല കുട്ടി. അത് ഇനി നമ്മളതിനുള്ള പണികളൊക്കെ നോക്കി എല്ലാം അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളിലെ റോഡുമായി ബന്ധിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണെന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ഗ്രാമമല്ലേ ഞങ്ങളുടെ ഗ്രാമമായിട്ട് അറിയില്ല. അതാണ് ഞങ്ങളെ റിപ്പോർട്ട് എവിടെയും കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് എല്ലാ കളക്ടർമാരും വരുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അല്ല, ശരിയാണ്, സമ്മതിച്ചു. കളക്ടർ അത് നമ്മുടെ ജില്ലാ കൂടി കളിച്ചിട്ടുള്ള ഒരു അധികാരിയാണല്ലോ. അദ്ദേഹം എല്ലാ കളക്ടർമാരോടും നമ്മൾ ആദ്യം ഉന്നയിക്കുന്ന കാര്യം തന്നെയാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ ഉന്നയിക്കുന്ന കാര്യം ഇതാണ്. ഞങ്ങളുടെ ഊരിലെ ഒരു ഊരുകൂട്ടം എടുക്കുകയാണെങ്കിൽ ആദ്യം മിൻസ് തയ്യാറാക്കുന്നത് ഇത് തന്നെയാണ്. ഈ റിപ്പോർട്ടുകളൊന്നും അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ആവർത്തിക്കുകയല്ലേ ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പറയട്ടെ മാഡം, ഞങ്ങളുടെ സ്കൂളിൽ പോയിട്ട് ഏതെങ്കിലും കുട്ടീനെ കൊണ്ട് ഈ ഒന്ന് എഴുതിപ്പിച്ച് നോക്കി അറിയാൻ ചോദിക്കുകയാണ്. പറഞ്ഞ ഒരു ഞങ്ങളുടെ 4 പേരുണ്ട് സ്കൂള്. അതിൽ പോയിട്ട് ഏതെങ്കിലും കുട്ടീനെ വിളിച്ച് എന്ന് പറഞ്ഞ സംഭവം ഒന്ന് എഴുതിപ്പിച്ച് നോക്കി. ആ കുട്ടിക്ക് ഒന്നും കൂടി എഴുതാൻ അറിയില്ല. അതറിയാം നിങ്ങൾക്ക്? വെറുതെ അവിടെ സ്കൂൾ 4ാം ക്ലാസ് വരെ മാഷുമാര് വന്നിട്ട് പോണോ എപ്പോഴെന്നറിയോ? വെറും തിങ്കളാഴ്ച കയറി വരും, വെള്ളിയാഴ്ച ഇറങ്ങിപ്പോവും. വെറും 4 ദിവസത്തെ ക്ലാസ്. അതിലെന്ത് ഇത്രത്തോളം അവസ്ഥപ്പെട്ട് കിടക്കാൻ ഞങ്ങളുടെ കോളനിയൊക്കെ? ഫസ്റ്റ് വന്ന റാന്ന് എഴുതി കാണിക്കും. ഈ റാ മാത്രമേ ഈ കുട്ടിക്ക് പഠിച്ചാൻ പറ്റുമോ?
തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇനി തടസ്സപ്പെടുത്താതിരുന്നാൽ ഞങ്ങൾ അതിന് പൂർത്തീകരിച്ച് തരാം. ഇതാണ് അവർ പറയുന്ന അഭിപ്രായം. ഒരു കാര്യം, നമ്മൾ ഇന്ന് കൂടിയെടുത്തിട്ടുള്ള തീരുമാനം അത് ജില്ലാ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പറഞ്ഞു. അറിയാം, നിങ്ങൾക്ക് റോഡ് എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിന് മറ്റേ നോക്കാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ വിങ്, PWD, റോഡ്സ്, മൈനിങ് ആൻഡ് ജിയോളജി എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് എങ്ങനെ പൂർത്തിയാക്കാം, ഇത് ഏത് വഴിക്കൂടെ വെട്ടാം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾക്കൊന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട്, നിങ്ങൾക്ക് ചെയ്തു തരാം. വനപാത നിർമ്മാണത്തിലെ നിയമതടസ്സങ്ങൾ നീക്കി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആദിവാസികളുടെ ആവശ്യം നിറവേറ്റുമെന്ന് RDOP കാവേരിക്കുട്ടി പറഞ്ഞു. ഈ റോഡ് അവർക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ എന്നെ നിയോഗിച്ചു സൈറ്റ് പോയി നോക്കാനും. ഒരു ടീമിനെ സാറ് നിയോഗിച്ച് തന്നിട്ടുണ്ട്. അവർ ഇന്ന് ഇവിടുത്തെ ഊര് നിവാസികൾക്ക് ഇതിൻ്റെ എങ്ങനെയാണ്, ഏത് തരത്തിൽ വെട്ടിയാലാണ് റോഡ് അവരുടെ ഇതിൽ നടപ്പാവുക എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ടെക്നിക്കൽ വിങ്, PWDയുടെയും പിന്നെ ജിയോളജിസ്റ്റിൻ്റെയും കൂടെ അവർ പോയി അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് അവർ റിപ്പോർട്ട് എത്രയും വേഗം അവർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ തലത്തിൽ നമുക്ക് എത്രയും വേഗം അത് സമർപ്പിച്ച് അതിനവർക്ക് ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പൂർണ്ണമായ പിന്തുണയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പറയുന്നത് ഞാൻ കളക്ടർക്ക് ഈ റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. നിയമപരമായിട്ടുള്ള കേസുകൾ എന്ത് ചെയ്യും മാഡം? നിയമപരമായിട്ടുള്ള കേസ് അത് DFO അത് ചെയ്തോളും. അതിനിപ്പോൾ എന്താ പറയുക, അവരതിൻ്റെ അത് ഇതാക്കിക്കോളും. അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഒരു കൂട്ടത്തിന്റെ റോഡ് വെട്ടൽ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വരും ദിവസം ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സർവേ നടത്തുമെന്ന് ബാബു MLA പറഞ്ഞു. ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരുടെ ഒരു ടീമും കൂടെ ചേർന്ന് അവർ കാണിച്ചു തരുന്ന പാത കണ്ടെത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു സർവേ ഏറ്റവും അടിയന്തരമായ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിച്ച് വീണ്ടും ഇത്തരത്തിലൊരു മീറ്റിംഗ് ചേർന്നുകൊണ്ട് ഇത് നിയമാനുസൃതമായി ചെയ്യാൻ കഴിയുന്നതിലേക്ക് പോകണം എന്നാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അത്തരം ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇന്ന് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനും നമുക്ക് കഴിയൂ. ആ നിയമാനുസൃതമായി കൊണ്ടുപോകണം. അവർ ഈ ഫോറസ്റ്റ് ഭൂമിക്കകത്ത് കാടിനകത്തേക്ക് കയറി എന്ന നിലയിലേക്ക് അവരുടെ പേരിൽ കേസുണ്ട്. അതെല്ലാം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലും ഇത് വിവരം അറിയിച്ച് ആവശ്യമായി അതിനെ പിൻവലിക്കാനും മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടും. ആദിവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നതെന്ന് രമ്യ ഹരിദാസ് MP പ്രതികരിച്ചു. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ കോളനികൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എപ്പോഴും ഒരു കുന്നിൻ്റെ മുകളിലായിരിക്കും. അവിടേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് റോഡെത്തിക്കുക. നമുക്കറിയാം, പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്നവരെയൊക്കെ താഴേക്ക് ആശുപത്രികളിൽ എത്തിക്കാൻ ഇവർ നേരിടുന്ന പ്രയാസങ്ങൾ അവർ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം എല്ലാവർക്കും ബോധ്യമാണ്. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് ഇന്നെടുത്ത തീരുമാനപ്രകാരം പോവുകയാണെങ്കിൽ റോഡ് എന്നുള്ളത് യാഥാർത്ഥ്യമാകും. UTV ന്യൂസ്, പാലക്കാട്.